ജർമ്മനിലൂടെ വലിയ പോലെ തന്നെയാണ് അവിടെ പോർക്കോട്ട് ഡീസന്റ് ഡിഗ്രിയിൽ എന്തുട്ടാണോ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ ജർമ്മനിൽ പോർക്കോട്ടൊക്കെ ഒരു ഡീസന്റ് പരിപാടിയാണ്. പക്ഷെ നമ്മുടെ അങ്കമാലി പോർക്കോട്ട് വളരെ ഡീസന്റ് പരിപാടിയാണ്. എടാ അവര് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ചിലപ്പോ ശരിയാവൂടാ ഭീമ. ശരിയാവുന്ന ഭീമ നിന്റെ കല്യാണത്തിന് മുന്നേ ഇവന്റെ നടക്കുന്ന എനിക്ക് തോന്നണേ. അത് കുഴപ്പമില്ല, തീരുമാനം അവിടെ. നീ അധികം വിളമ്പാൻ നിൽക്കണ്ട. കല്യാണം മുടങ്ങി പോകാനൊന്നും അധികം സമയം വേണ്ട. നല്ല ബെസ്റ്റ് മക്കളാ നിന്റെ അങ്ങാടിയില്. അതിനിപ്പോ എന്നെ പറ്റി ആരെന്ത് മോശം പറയാനാണ്? അയ്യോടോ ആരൊന്നും പറയില്ലട്ടാ. കാണുമ്പോൾ മാത്രമല്ലേ പെപ്പേ. എന്റെ തന്നെ 3-4 അപ്പൊ കല്യാണ കേസ് മുടങ്ങിയതേ എനിക്ക് കുളവുണ്ട്. നിങ്ങളൊക്കെ വലിയ യോഗ്യമാരായപ്പോ ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ? നമുക്ക് 2 കഷ്ണം പോർക്കറിച്ചൊക്കെ വാരി തിന്ന് 2 സ്മോളൊക്കെ അടിച്ച് ഇങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് പോയാ മതി. മനസ്സിലായ? ആ സാധനം പേടിക്കാൻ പോയി വന്നു നോക്കിയേ. പിന്നെ തീരുമാനിക്കാൻ പറയാം. മാളക്കാരെ മാത്രയുടെ കഴുത്തിൽ കത്തിപ്പിച്ചിട്ട് നിങ്ങൾ വീട്ടിലേക്ക് ഒന്ന് കച്ചവടം നടക്കില്ലാട്ടോ. എന്റെ സാബോടെ എല്ലാവരും രക്ഷപ്പെടാനുള്ള കച്ചവടം ചെയ്യണേ. ഇവർക്ക് 75 സാധനം ഞങ്ങൾക്ക് 100 രൂപ ഞങ്ങൾ അതിന് ശേഷം 2 ലോഡ് എടുത്ത് ഞങ്ങൾക്ക് ഈ കാശിന് കിട്ടുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പറ്റാളുടെ കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങൾക്ക് ഹോൾസെയിൽ കൊടുത്തുള്ളൂ. അത് പത്രാസ് കൊടുക്കുന്നുള്ളത് ഇവരല്ലല്ലോ തീരുമാനിക്കണേ. തോമസ് അവർ കൊടുക്കണ 20 ഓർച്ചാ നിങ്ങൾ കൊടുക്കണം. അത് മാത്രമേ ഇവരെ കച്ചവടക്കാർക്ക് നിങ്ങൾ കൊടുക്കണേ. ഇവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ? മാത്രല്ല 1 രണ്ടാമത്തെ തോട്ടെടുത്തിട്ട് പോവാ. നടക്കില്ലേ സാബോത്? ഈ പ്രശ്നം പേക്കിനെ തീർക്കാൻ പറ്റാ. ഇതന്നെ പ്രശ്നം. ഇവര് ഒരു റേറ്റ് കൊടുക്കും, അതിൽ 20 ഓർച്ചർ നിങ്ങൾ കൊടുക്കുന്നു. ആ പരിപാടി നടക്കില്ല. അതിനാണ് ഈ പ്രശ്നം ഇവിടെ തീരാൻ. ഇതന്നെയാണ് ഈ പ്രശ്നം. നമുക്ക് ഈ പ്രശ്നം തുടർന്നുകൊണ്ട് തീരെ താല്പര്യമില്ല സാബു. അങ്കമാലിൽ എത്ര ലോഡ് പോർക്കൊന്നുമില്ല, ചെലവാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ വിൽക്കുന്ന റേറ്റിന് ഇപ്പൊ നമ്മൾ വിറ്റാ പ്രശ്നം തീരോ? തീരും. അത് നീ പറഞ്ഞാ പോരാ. രവി വരട്ടെ. രാജാ അതിനാണ് കുഴപ്പമില്ലൂടെ. എന്നാ പിന്നെ 2 ടൺ നമ്മളടിച്ച്
എടാ ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ ഇല്ല